എങ്കിൽ അപ്പൊ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. പിന്നെ ഒരു കാര്യം കൂടി, ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു സന്തോഷമുള്ള ഒരു ഡേ ആയിരിക്കും മിക്കവാറും. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയില്ല, നമ്മൾ കുറെ നാളായിട്ട് ടെലഗ്രാമിന്റെ ഒക്കെ പുറകിൽ യുവന്മാരുടെ ഒക്കെ പുറകെ നടന്നിട്ട് പോലും ഒരു മെയിൻ സ്ട്രീം മീഡിയാസ് 11 മില്യൺ ആൾക്കാരാണ് ഞാനിട്ട വീഡിയോ കണ്ടത്. അതിൽ എനിക്ക് തോന്നുന്നു 1 മില്യൺ ആൾക്കാർ ആ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പല ആൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു മെയിൻ സ്ട്രീം മീഡിയ പോലും അത് കവർ ചെയ്തില്ലെന്ന്. ഞാൻ പറയണത് എൻ്റെ പേരൊന്നും കാണിക്കണ്ട, ഞാൻ പറയണത് ആ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ഇന്ന് തന്നെ ഏഷ്യനെറ്റ് ന്യൂസുകാർ വിളിച്ച്, അപ്പം ഞാൻ എൻ്റെ ഉള്ള പ്രൂഫും എൻ്റെ ഉള്ള ഡീറ്റെയിൽസും ബാക്കിയെല്ലാം ഞാനിന്ന് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഇന്ന് അവർ വൈകുന്നേരം വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാനത് എന്തായാലും അവർക്ക് കൊടുക്കും. കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ട്. ഞാൻ ഇപ്പോഴും പറയാം ഗൈസ്, ഞാൻ ഈ നോർമലി നിങ്ങളെപ്പോലെ മറ്റേ അമ്മാവൻ വൈബ് കളിക്കുമല്ല. അതായത് ഞാൻ ഈ പോൺ കാണുന്നതിനോ അല്ലെങ്കിൽ ടെലഗ്രാമിൽ നിന്ന് ഈ ടെലഗ്രാമിൽ നിന്ന് മൂവി ഡൗൺലോഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇല്ലീഗൽ പരിപാടിയാണ്. ബട്ട് സ്റ്റിൽ അതല്ല, അതിനെപ്പറ്റി അല്ല എനിക്ക് അഡ്രസ്സ് ചെയ്യാനുള്ളത്. മറ്റേ എല്ലാത്തിലും സെക്ഷുവാലിറ്റി മാത്രം നോക്കിയിരിക്കുന്ന കുറച്ച് അവന്മാരുണ്ടല്ലോ, അവന്മാർക്കുള്ളത് ഞാൻ കൊടുക്കും. ഈ ഓപ്പറേഷൻ തൂഫാൻ പോലെ ഒരു സാധനം വരും ഗൈസ് ഉടനെ, ഉറപ്പായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇവന്മാരെയൊക്കെ പിടിച്ചിട്ട് ഇവനൊന്നും വേറെ, ഞാൻ പറയണ ജയിലിലൊന്നും കൊണ്ടുപോകണ്ട. ഇവനെയൊക്കെ ഇവൻ അറ്റ്ലീസ്റ്റ് ഇവൻ്റെയൊക്കെ അച്ഛൻ്റെ അമ്മയെ എടുത്തെങ്കിലും അറിയിച്ചു കൊടുക്കണം ഇവനൊക്കെ ചെയ്ത് കാണിക്കുന്ന പരിപാടികൾ. മനസ്സിലായോ? ഇവനൊക്കെ ചെയ്ത് വെക്കുന്നത് എന്താണെന്ന് അത് മാത്രം മതി. അത്രയും ചെയ്താൽ മതി, എനിക്ക് വേറൊന്നും വേണ്ട. അത്രയും ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഞാൻ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ അതെല്ലാം നമ്മുടെ ലൈവ് കാണുന്നതിൽ ഒരു 1-2 പയ്യന്മാരുണ്ട്, എത്തിക്കൽ ഹാക്കിങ്ങും ഈ പറയുന്ന പരിപാടികളൊക്കെ പഠിച്ച കുറേ പയ്യന്മാരും ഒക്കെ എൻ്റെ ഈ ഒരു സത്യം പറഞ്ഞ ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ അവർ കുറേ പ്രൂഫുകളും കുറേ സാധനങ്ങളും എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തായിരുന്നു. എടാ താങ്ക് യു സോ മച്ച്. ലൈവ് കാണുന്നുണ്ടെങ്കിൽ ആദർശേ, നീ ഇവിടെ ഉണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് എടാ. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവൻ. അതുപോലെ തന്നെ മൈക്കി നീയും, രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്. ഒരുപാട് പണിയെടുത്ത് തന്നിട്ടുണ്ട് ഗൈസ് എനിക്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതെന്തായാലും ഞാൻ അത് ഹാൻഡ് ഓവർ ചെയ്യും ഉറപ്പായിട്ട്. മൈക്ക് എന്താ കേൾക്കുന്നില്ലേ? ഹലോ, മൈക്ക് കേൾക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കും. ആൻഡ് താങ്ക് യു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഏഷ്യനെറ്റ് ന്യൂസ്. മൈക്ക് പോയില്ല? കേൾക്കാം. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. നമുക്ക് കുറച്ച് നേരം ഗൈസ് പടയെന്ന് എൻ്റെ ലൈവ് ഓഫായി പോവുകയാണെങ്കിൽ അർത്ഥം നെറ്റ് പോയതെന്നല്ല, എൻ്റെ കറണ്ട് പോയതാണ്. എൻ്റെ കറണ്ട് വന്നിട്ടില്ല, സ്റ്റിൽ ഓൺ ഇൻവേർട്ടർ. നെറ്റ് ശരിയായെന്ന് അറിയാനും കൂടി വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞ ഇന്നത്തെ അപ്ഡേറ്റോ. ഫോർസയ്ക്ക് അപ്ഡേറ്റ് ഉണ്ടോ? നൈറ്റ് വരുമോ? നൈറ്റ് വരും. നെറ്റ് ശരിയായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. കള്ളൻ ബ്രോ, ഞാൻ എന്തിനാ ബ്രോ കള്ളം പറയണേ? എനിക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? നിങ്ങളെ 3 മണിക്ക് നോട്ടിഫിക്കേഷൻ തന്ന് ഈ ക്യാമറ ഇട്ട് ഈ സ്റ്റിയറിങ്ങും എല്ലാം എടുത്ത് കുത്തി ഇവിടെ വന്നിരുന്ന് ലൈവ് ഇട്ടിട്ട് കറണ്ട് പോയി എന്ന് പറഞ്ഞ് പോവാ. എനിക്ക് വട്ടുണ്ടോ തലയ്ക്ക്? എന്തൊക്കെയാണ് പറയണത്? എന്നാ പിന്നെ എനിക്ക് ലൈവ് സ്റ്റോറി ഇടാതിരുന്നാ പോരെ, ഇവിടെ കിടന്ന് ഉറങ്ങിയാ പോരെ? എന്താ എന്തിനാ പറയണത്? ഇത് കറക്റ്റ് ലൈവ് ഇടുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ഗതികേട് വരണതാ. എന്തൊക്കെ കേക്കണം ദൈവമേ. ബാൻ റീസൺ എന്താന്ന് കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. ഞാനത് അവന്മാരുടെ അടുത്ത് ചോദിക്കാം. ബാൻ റീസൺ കറക്റ്റ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സേഫ് സോൺ വയലേഷൻസോ സേഫ് സോണിൽ വെച്ച് സിറ്റുവേഷൻ ട്രിഗർ ആയതോ അങ്ങനെ എന്തൊക്കെയോ ആണ്. ഞാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ, ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ, വേറെ അവന്മാരാരെങ്കിലും. സോയൊക്കെ വന്നിരിപ്പുണ്ടല്ലോ. ഐ സോയി. വേറെ ടി വിയിൽ ആരും ഇല്ല ഇവിടെ. അമ്മമാര് വീസിൽ എന്തോ സംസാരിക്കാൻ പറഞ്ഞത്. ഒറ്റയ്ക്കാണോ? അല്ലല്ല, കാസ്ട്രോ വരാന്ന് പറഞ്ഞു. ഇപ്പം കാസ്ട്രോ വരാന്ന് പറഞ്ഞു. ബാക്ക് ലൈറ്റ് എണ്ണ. ബാക്ക് ലൈറ്റ് ഓഫ് ആയി പോയത് കറണ്ട് പോകണ്ട. അപ്പൊ ഞാൻ ഇപ്പൊ പറയാം, ഈ ലൈവിന്റെ ഇടയ്ക്ക് കറണ്ട് വരുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കത്തും. മൈക്ക് മാറി കിടക്കുവാണേ. ആണോ? എടാ, ആ ലൈറ്റ് കത്തുമ്പോ നിങ്ങൾ വിചാരിച്ചോണം ഇവിടെ മൈക്കൊന്നും മാറി കിടക്കുമല്ലോ. ഹലോ, ഇതാരാ പറഞ്ഞ മൈക്ക് മാറി കിടക്കുന്നു? നീ കുറച്ച് വെച്ചിരിക്കുവാന്ന് തോന്നുന്നു. ആ ലൈറ്റ് കത്തുമ്പോ ഗൈസ് കറണ്ട് വന്നെന്നാണ് അർത്ഥം. ആ ലൈറ്റ് കത്തുമ്പോ ഒന്ന് പറയണം കേട്ടോ എന്റെ അടുത്ത്. എല്ലാവർക്കും വെൽക്കം. ഇവൻ പുറത്ത് പോയേക്കോടാ, ഡ്രീമർ പുറത്ത് പോയേക്കുക. കുറച്ച് കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഡ്രീമർ പുറത്തെന്ത് പോയേക്കുക. ഡ്രീമർ കുറച്ച് കഴിയുമ്പോൾ വരും. ലൈറ്റ് വന്നു.
എന്ത് സുഖം അടക്ക നിനക്ക് കിട്ടുന്നേ? നിനക്ക് എന്ത് സുഖം ഇതിൽ നിന്നൊക്കെ കിട്ടുന്നേ? ഒരാളെ ഉപദ്രവിക്കുമ്പോ കള്ളൻ, ദൈവമേ മറ്റേ സാമാനത്ത് ഉറുമ്പ് അടിക്കണേ, ഉറുമ്പ് അടിക്കണേ. ഗൈസ് ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് ഊരി കുത്തിയാലേ എന്റെ പെഡൽസ് വർക്ക് ആവുള്ളൂ. ഒരു സെക്കൻഡ്. ഏത് ലൈറ്റ് ഗൈസ്? എന്റെ ചെയറിന്റെ പുറകെ കാണുന്ന മറ്റേ ബാർ ലൈറ്റ് പോലത്തെ. ഇതെന്താ? സീരീസ് അപ്ഡേറ്റ് ജൂൺ സമ്മർ ഓട്ടം വിന്റർ സ്പ്രിങ് Welcome back, ന്യൂ Teddy. കാർ. ഇതിലാണോ ലൈവ്? ഏതില കിക്കിലല്ലേ? ആ കിക്കില് മുച്ചരി 3 വെക്ക്. എടാ അവൻ കളിച്ചിടാ, നന്നായിട്ട് കളിച്ചു മുച്ചരി. ഞാൻ അവന് പോയി മെസ്സേജ് ഒക്കെ അയച്ച് ഭയങ്കര സന്തോഷമായി. അതുപോലെ എല്ലാ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പിക്ക് എടുക്കുന്നവരെ മാത്രം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി മാത്രമായിട്ട് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. കാരണം നിങ്ങൾക്ക് ഞാൻ ഇത് പറയുന്ന എത്രത്തോളം നിങ്ങളത് വേറൊരു രീതിയിൽ ചിന്തിക്കരുത്. ഒരു ടീമിൻ്റെ വെൽബീയിങ് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാം. നമ്മൾ ഈ പിക്ക് എടുക്കുന്നവർ ഞാൻ ചവിട്ടിയിട്ടില്ല. ഈ പിക്ക് എടുക്കുന്നവരെ മാത്രം അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഇവർക്ക് ഈ കില്ലെടുക്കാനുള്ള ഒരു ത്വര വരും, ഈ അറ്റൻഷൻ കിട്ടാനും ബാക്കി എല്ലാത്തിനും വേണ്ടിയിട്ട്. അത് അതിൻ്റെ ഒരു റിസൾട്ട്, ആഫ്റ്റർ റിസൾട്ട് ഞാനിപ്പം കുറച്ച് വാറുകളിൽ കാണുന്നുണ്ട്. ഇന്നലെ നിങ്ങളൊക്കെ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആസ് എ ലീഡർ ഞാൻ പറയാം, ഇന്നലെ ജയിച്ചു നമ്മൾ, പക്ഷേ എനിക്കതല്ല വേണ്ടുന്നത്. ഞാൻ പറയണത് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ മറ്റേ 195 മാർക്ക് മേടിക്കുമ്പോൾ നിൻ്റെ 5 മാർക്ക് എവിടെ പോയിടാന്ന് പറഞ്ഞ് വഴക്ക് പറയുന്ന പേരൻ്റായിട്ടല്ല ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്കറിയാം ഈച്ച് ആൻഡ് എവരി പ്ലേയേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഈച്ച് ആൻഡ് എവരി പ്ലേയേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയണത് അവരെ ഇൻഡിവിജ്വൽ എടുക്കുന്നതിൽ അവർ കിടിലമാണ് എല്ലാവരും, മോസ്റ്റ് ഓഫ് ദ TVയിലെ എല്ലാവരും. സോ ഞാൻ കുറച്ചും കൂടി ബെറ്ററായിട്ടുള്ള കാരണം നമ്മൾ കുറേ ആളുകൾ തോറ്റിട്ടില്ല. ഞാൻ ഈ തോറ്റിട്ടില്ല എന്ന് പറയണത് അഹങ്കാരത്തോടെ പറയുമല്ലോ കേട്ടോ. എപ്പോൾ വേണേലും നമ്മൾ തോക്കാം, അതുകൊണ്ടല്ല ഞാൻ പറയണേ. കുറച്ച് വാറായിട്ട് നമ്മൾ തോക്കാതൊക്കെ പിടിച്ച് നിൽക്കുമ്പം കുറച്ചും കൂടി കാഷ്വാലിറ്റീസ് കുറവിൽ ജയിക്കണം, മനസ്സിലായോ? കുറച്ചുകൂടി കാഷ്വാലിറ്റി ഇല്ലാതെ ജയിക്കുന്ന രീതിയിലേക്ക് ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ ഇന്നലത്തെ വാർ കഴിഞ്ഞപ്പോൾ ഉടനെ എല്ലാവരോടും അത് മ്യൂട്ട് ചെയ്ത് ഇതിനകത്ത് വരാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ആ ഒരു പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കുറച്ചും കൂടി നമുക്ക് ടീം നന്നായിട്ട് കളിക്കണം, കുറച്ചും കൂടി അടിപൊളിയായിട്ട് കളിക്കണം. ഞാൻ ഒറ്റ കാര്യം കഴിഞ്ഞ 2 വാറായിട്ട് ഞാൻ പറയണ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ. ഭയങ്കര സ്പ്ലിറ്റപ്പ് ആയ കുത്തുന്നത് രണ്ട് വാറായിട്ട്, 2 വാറായിട്ട് കുറച്ച് സ്പ്ലിറ്റപ്പ് ആയിട്ടാണ് നമ്മുടെ വണ്ടികൾ കുത്തുന്നത്. സോ അതുകൊണ്ട് കാഷ്വാലിറ്റീസ് നല്ലതുപോലെ കൂടുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ തന്നെ അപ്പം തന്നെ ഞാൻ അവന്മാരെ VCയിൽ വിളിച്ച് സംസാരിപ്പിച്ചത്. ഇനിയുള്ള സിറ്റുവേഷൻസിൽ മാക്സിമം അത് വരാതെ നോക്കാം, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഒരു തോൽവി ഞാൻ ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. എന്താ ലെഫ്റ്റ് ക്യാം ലോഡിങ്ങോ എന്താ പറഞ്ഞാൽ മനസ്സിലായില്ല. ഹാൻഡ് ബ്രേക്ക് വർക്കിംഗ് അല്ലേ? ആണല്ലോ. ലോഡിങ് കാണിക്കുന്നുണ്ടോ? എന്താ ചന്ദ്രന്റെ ക്യാമറ അവ അറിയാതെ വന്ന് തുണി മാറുന്ന സമയത്ത് PC ഓണാക്കിയ ലൈവില് ചന്ദ്രന്റെ ഗതയാട്ടം കാണാം. ചന്ദ്രന്റെ ഏട്ടാ അവിടെ ഇരിക്കട്ടായിരുന്നല്ലേ ഇത് നേരെ വന്ന് PC ഓണാക്കുമ്പോഴേ അയ്യോ എടാ കറണ്ട് വന്നില്ലടാ ഇതുവരെ, ഓഫായി പോവല്ലേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ന്യൂ ഗ്യാങ്സ് ആപ്ലിക്കേഷൻസ് കുറെ വന്നിട്ടുണ്ടല്ലേ, നോക്കട്ടെ. ഞാൻ കണ്ടില്ല ആരൊക്കെയാണെന്ന്. എക്സ്ലാൻഡ് സിറ്റി അതെവിടെയാ നോക്കുന്നേ? നമ്മുടെ ഇവിടെ തന്നെ താഴെയിട്ട് ഗ്യാങ് ആപ്ലിക്കേഷൻസോ? എടാ നിനക്ക് ഡിലേ ഉണ്ടടാ, വെയിറ്റ് ചെയ്യടാ. എന്താണ് ഡിലേ
എന്താ പറഞ്ഞേ? എന്നാ ഗീവ് ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി 75% ടു റോൾ പ്ലേ ആൻഡ് 25% ടു PvP. ബ്രോ അതിന്റെ ആ ടൈമൊക്കെ കഴിഞ്ഞു ബ്രോ. ബട്ട് സ്റ്റിൽ എല്ലാരും നിങ്ങൾ എന്റെ ലൈവ് മാത്രം നോക്കിയിരിക്കല്ലേ ബ്രോ. എന്റെ ലൈവിൽ മാത്രമല്ല, RP ചെയ്യുന്നത് ഞാൻ മാത്രമല്ല ബ്രോ, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നമ്മുടെ TVയിലെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിന്റെയും ഇതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കറണ്ട് വന്നു കറണ്ട് കറണ്ട് വന്നു കറണ്ട് വന്നു കറണ്ട് വന്നു കറണ്ട് വന്നു വന്നു കറണ്ട് വന്നു. ആ അപ്പൊ ബാക്കിയുള്ള ആൾക്കാരുടെ ലൈവും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം, മനസ്സിലായ? എന്നാലേ ആ ഒരു നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. കാരണം ഇപ്പം എനിക്ക് ചെയ്യുന്നതിൽ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ചെയ്യും, അത് ചെയ്യണം. പുതിയതാണല്ലേ പുതിയ ഗ്യാങ്. എന്ത് ഗ്യാങ് നെയിം? ഫോർ ദ വിൻ FTW ലീഡർ നൈറ്റ്. ഇത് അറിയില്ലല്ലോ. AGR കാട്ടുപന്നിയ അഭിഷേക്. ഗ്യാങ് നെയിം മരക്കാർ ഗ്യാങ്സ്റ്റേഴ്സ് 3 MG3. ആ ഇത് പഴയ MG3 തന്നെയാണോ? ഇത് പഴയ MG3 തന്നെയാണോ ഗൈസ്? ആണോ? യെസ് യെസ്, അതെ അതെ അല്ലേ. ആ ഓക്കെ 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 ഓക്കെ. ഗ്യാങ് നെയിം വാൽഹല്ല ഷെർലോക്ക് റാംബോ. ആ ഇത് MRCയുടെ പുതിയ ഗ്യാങ് ആണല്ലേ. വാവ്. റാംബോ ലീഡർ, രാജുഭായ് കോ ലീഡർ, അപ്പാപ്പൻ കോ ലീഡർ, അംബാൻ ബ്രോ, ചാപ്സ് വർക്കർ, ഷിബു, റഷ്യൻ DNL, ബോബി വില്യം, കൂപ്പർ, ബുള്ള്, ബ്രൂസ്, CK മാരി, ജാസി, റയാൻ സെബാസ്റ്റ്യൻ, കരിമീൻകോട്, റൊസാരിയോ, സാബുരു, ഇതെന്താ, സുഗ്രു ഗെറ്റോ, റഷ്യൽ റസ്റ്റ്, റൈമണ്ട് സൈക്ക്. ഇതൊക്കെ MRCയിൽ ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് ആണോ? ഇതൊക്കെ MRCയിൽ ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് ആണോ? എനിക്ക് കുറച്ച് പേരെ കമ്പാൻ ഇവരെയൊക്കെ എനിക്കറിയാം. ഇതൊക്കെ MRCയിൽ ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് ആണോ? ബോബി വില്യം, കൂപ്പർ റാമൊക്കെ MRCയിൽ ഉണ്ടായിരുന്നതാണോ? 3 പേര് നോ ആണ്. ലാസ്റ്റ് 3 ഇല്ല. ലാസ്റ്റ് 3 ഇല്ല. ടെക്സാസ് ആണ്. വാവ്. മതിയായില്ലേ ഇവർക്ക്? ഇതെന്താ? ഇൻക്രീഡ് ഗോസ് IGZ. ആ IGZ നേരത്തെ ഉണ്ടായിരുന്ന ഗ്യാങ് ആണല്ലോ IGZ. അപ്പൊ എല്ലാവരുടെയും കമ്പാക്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരുടെയും കമ്പാക്ക് ആണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇത്രയും ഗ്യാങ്ങിനെ എടുക്കുവോ അതോ ഒരു ഗ്യാങ്ങിനെ എടുക്കത്തുള്ളോ? 500 ബ്രദേഴ്സ്, ANB പഴയ ഗ്യാങ് അല്ലേ? ANB പഴയ ഗ്യാങ്. ഗ്യാങ് നെയിം എൽ ക്ലാസിക്കോ ലീഡർ നാറിയേ ഇത് നരി യൊറീച്ചി ലീഡർ ബാബ, മംഗലശ്ശേരി ഹൈദ്രോ. ഇതാര്? ഇത് വോൾട്ടിനല്ലേ? വോൾട്ടിനല്ലേ ഇത്? വോൾട്ടിൻ കിടിലം പ്ലെയറാ ഗൈസ്, ഞാൻ പറയാതിരിക്കാൻ വയ്യ. എനിക്ക് വോൾട്ടിൻ നല്ലൊരു പ്ലെയറാ. അവൻ കുറെ നാള് ഗ്യാപ്പിലൊക്കെ ആയിരുന്നല്ലേ മറ്റേ തെക്ക് ഐലൻഡിന്റെ. ആണല്ലേ? അവനോ രായപ്പൻ മംഗലശ്ശേരി? ആ മംഗലശ്ശേരി രായപ്പൻ. ആ രായപ്പൻ മംഗലശ്ശേരി. ഓക്കെ 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 ഓക്കെ. ഇതേതാ? ഈ വോട്ടെക്സ് ഏതാ? നമ്മുടെ വോട്ടെക്സ് ആണോ? അല്ലല്ലോ അല്ലല്ലോ. ക്വാർട്ടർ ഏതാ? മറ്റേ ക്വാർട്ടർ ആണോ? അവനാണ് ഇത്. MRC കോട്ടർ. ആ കാസ്ട്രോ വന്നോ? കാസ്ട്രോ വെൽക്കം. കൊറേ ഗ്യാങ് വരുന്നുണ്ട് കാസ്ട്രോ. കണ്ട് ഞാൻ നല്ല ഉണ്ടായിരുന്നു. അടിക്കൊരു പഞ്ചം ഉണ്ടാവില്ല ഇനി കേട്ടാ. ഉറക്കമില്ല ഉറക്കമില്ല. രാത്രി. എനിക്കിപ്പോ സന്തോഷമായത് എന്താന്ന് അറിയോ ഗൈസ്? ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഞാനേ ഉള്ളൂ ഈ ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൊക്കെ എണീക്കുന്നത്. കാസ്ട്രോ ഒക്കെ സെയിം റൂട്ടീൻ. 2 മണിക്ക് എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, വരുന്നു. ഞാനിപ്പോ ഒരു 3 ദിവസമായിട്ട് 11 മണി 10 മണിക്ക് എണീക്കുന്നുണ്ട്. ഞാൻ ഇന്ന് 10 മണിക്ക് എണ്ണീറ്റ് രാവിലെ ലൈവ് ഇടാന്ന് വിചാരിച്ച. അപ്പൊ ആരും ഇല്ല ഇന്ന് കളിക്കാൻ. ഒരാൾ പോലും ഇന്ന് ഉണ്ടായിരുന്നില്ല ഇന്ന് കളിക്കാൻ. ദേവൂട്ടൻ PPയാ? ദേവൂട്ടൻ ഓ ജനിച്ച ഉടനെ തന്നെ അവന്റെ റൈവലറി ആയി അല്ലേ? ദേവൂട്ടം PP കൊള്ളാം. അപ്പൊ ഇതിൽ എല്ലാവർക്കും കിട്ടുമോ ഗ്യാങ്സിലോട്? എത്ര ഗ്യാങ്സിലോട് ഉണ്ട് നമ്മുടെ ഇവിടെ ഫ്രീ? ആർക്കെങ്കിലും അറിയാവോ ഗൈസ്? എത്ര ഗ്യാങ്സിലോട്ട് ഉണ്ട് ഫ്രീ എന്ന് ഇവിടെ?
ഫുൾ എടുക്കും. ഇവര് എല്ലാരും എടുക്കുവോ? അങ്ങനെ എന്താ ഞാൻ കേട്ടായിരുന്നു. ഇപ്പൊ ലിസ്റ്റ് ഇടുന്ന എല്ലാവരും ഇതാക്കുന്നു പറഞ്ഞിട്ട് അപ്പം പറഞ്ഞു എന്ന് പറഞ്ഞു. ഇവിടെ ഏതോ ഒരു മുട്ടൻ ടൈപ്പിംഗ് അരമണിക്കൂറായിട്ട് എവർട്ടോൺ അവൻ ടൈപ്പ് ചെയ്തോണ്ടേ ഇരിക്കും. അവൻ ഗ്യാങ്ങിൽ അടുത്ത ഗ്യാങ് ലിസ്റ്റ് ഇപ്പൊ വരും. അവൻ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ് അവൻ. ഇതില് എനിക്ക് തോന്നുന്നു ഇതില് എൽ ക്ലാസിക്കോ ഇല്ല, അവര് കുറച്ച് നല്ല ലൈനപ്പാ. നല്ല ടീമാണ്. ഈ ലിസ്റ്റില് ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈനപ്പ് അവന്മാരാ. എൽ ക്ലാസിക്കോ കുറച്ച് നല്ല PvP പ്ലേയേഴ്സ് ഉള്ള ഇതവന്മാരാണ്. എന്നാ കറണ്ട് വന്നു. കണ്ട് 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 നമ്പർ 2 ഗ്യാങ്ങോ? അതേതാ നമ്പർ 2? 1 2 ഇതോ? ഇത് MG3 അല്ലേ? ഇത് തമിഴ് ഗ്യാങ് ആണ്. ആ ആണല്ലേ. ഓക്കെ 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 ഓക്കെ. ആണോ? അപ്പൊ VH വന്നു. എടാ അതെന്തിനാ നീ ചോദിച്ചെന്നറിയാം, എന്നാലും ഞാൻ പറയുവാണ്. MRCയിൽ ഉണ്ടായിരുന്ന കുറച്ചും കൂടി PvP ആയിട്ട് നല്ല കുറച്ചുകൂടെ പ്ലേയേഴ്സ് ഷെയ്ക്കിൻ്റെ കൂടെയാണ് പോയേക്കുന്നത്. ഇതിനകത്ത് അവരോട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ടീമായിരുന്നു. TV-യുടെ കാര്യത്തിലല്ല ഞാൻ പറയണേ. TV-യുടെ കാര്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. TV-യുടെ കാര്യത്തിൽ ഞങ്ങൾക്കത് അത്രയും ഹാർഡായിട്ട് തോന്നിയിട്ടില്ല. ബാക്കിയുള്ള സിറ്റിയിലൊക്കെ ബാക്കിയുള്ള അപ്പോണൻസിൻ്റെ കാര്യം ഞാൻ പറയണേ. അവർക്ക് കുറച്ച് പാടായിരുന്നിട്ടുണ്ടാവും അവരോട് ഉണ്ടായിരുന്ന സമയത്ത്. നമുക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ബെറ്റർ ആയിട്ടുള്ള കുറച്ചും കൂടി ഇതിനകത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പ്ലേയേഴ്സ് അപ്പുറത്ത് ഷെയ്ക്കിൻ്റെ ടീമിലാണ് ഇപ്പോൾ ഉള്ളത്. മനസ്സിലായോ? കറണ്ട് പോയോ? ഇല്ലടാ, പോയൊന്നുമില്ല. പോടാ കള്ള. ആ ഷെയ്ക്കിൻ്റെ ഗ്യാങ് പറഞ്ഞ പോലെ ഇതിനകത്ത് ഇല്ലേ? അപ്പോൾ അവരിട്ടിട്ടില്ല. അതോ പേര് മാറി കിടക്കുവാണോ? അറിഞ്ഞൂടാ. മച്ചു ബാൻ കിട്ടിയോ? നീല വന്ന ചാറ്റില്ലേ? ബാൻ കിട്ടിയോ മോനെ നീലേ? നീലിനും ബാനാട്ടാ. ഇവന്മാർക്കെല്ലാം എന്തിനോ ബാൻ. എടാ ഒന്ന് VC വന്നടാ നീലേ. നിനക്കൊക്കെ എന്തിനാ ബാൻ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. F1 ബാൻ. എടാ F1ന്റെ സ്റ്റിയറിങ്ങും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം ഞാൻ പറഞ്ഞില്ലേ പോർട്ടിൽ വന്നിട്ടുണ്ട്. അതിന്റെ എന്തുവായിരുന്നു? അയ്യോ അതിന്റെ കസ്റ്റംസ് ക്ലിയർ ചെയ്തിട്ടില്ല ഇതുവരെ. അത് ക്ലിയർ ആവുന്നതേ ഉള്ളൂ. മനസ്സിലായ? ഹലോ, കേക്കാവോ? ആ കേക്ക. അത് ഒരെണ്ണം C30 എടുത്ത് പോയിട്ട് സേഫ് സോണിൽ പോയിട്ട് പറഞ്ഞു പഴയോടത്ത് തിന്നാൻ പറഞ്ഞു. എന്ത് കാര്യം ഇരിക്കുന്നതാണോ നിനക്ക്? അതിനകത്ത് സ്റ്റീവിന് കണ്ണാപ്പിക്കാതെ തന്നെ. പക്ഷെ ഞാൻ ജസ്റ്റ് മിസ് എസ്കേപ്പ് ആയി. എങ്ങനെയാണെന്നോ. ഇവൻ എന്തിനാ കിട്ടിയ സ്നൈപ്പിന്? ഇപ്പൊ VNV നമ്മളെ അടിച്ച് ഓൾ ഡൗൺ ആക്കിയില്ലേ? എന്നിട്ട് ഡ്രസ് ഷോപ്പ് ചെയ്യുന്നപ്പോഴത്തേക്ക് സ്നൈപ്പ് എന്നിട്ട് വെച്ച് ബ്രോ നിങ്ങൾ വാറോ എല്ലാം കളിച്ചായിരുന്നു എന്ന്. അപ്പൊ അവൻ പറഞ്ഞു അവന് വാറോ എല്ലാം കളിച്ചാൽ അപ്പൊ രോന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് എന്തായെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ഓർമ്മയില്ലെന്ന് പറഞ്ഞു. അപ്പൊ സ്നൈപ്പ് പറഞ്ഞു തോറ്റോണ്ടായിട്ടില്ലേ ഓർമ്മയില്ലാത്തെന്ന് ചോദിച്ചു. അതിന് കൂൾ ഡൗണില് കണച്ചു വന്നു. അടിപൊളി. കൂൾ ഡൗണിൽ കൊണസെന്ന് പറഞ്ഞ എത്ര ദിവസം കൊടുത്തു സ്നൈപ്പിന്? അതിന് 7 ഡേ ഗ്യാങ് റെസ്ട്രിക്ഷൻ. അയ്യോ. സീനില്ല. എടാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനിപ്പോ ഇതെന്ന് പറഞ്ഞ കാര്യത്തില് ഞാൻ KVയെ ഉദ്ദേശിച്ചല്ല ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം പറഞ്ഞത്. അത് അവർക്കൊരു ഡൗൺ ടൈം ഓൾറെഡി ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു.